ഹായ് മക്കളെ, നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം അല്ലെ. ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ എക്സ് ഇൻറ്റു മോഡ് എക്സ് പ്ലസ് 3 പ്ലസ് മോഡ് എക്സ് മൈനസ് 1 മൈനസ് 2 ഈക്വൽ ടു 0. ഇതാണ് ചോദ്യം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വന്നിരിക്കുന്നത് ഫണ്ടമെന്റൽസിൽ നിന്നാണ്. ഫണ്ടമെന്റൽസ് ആണ് ശരിക്കും ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫങ്ഷൻസ് എന്ന ഒരു ടോപ്പിക്കിലും കൂടി നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം. ഇതൊരു ഫംഗ്ഷൻ ആണല്ലോ, മോഡുലസ് ഓഫ് എക്സ് എന്നൊക്കെ നമുക്ക് ഫംഗ്ഷൻ ആയിട്ടാണല്ലോ എടുക്കാൻ പറ്റുക അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എത്ര സൊല്യൂഷൻസ് ഇതിനുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റിയൽ ലൈൻ കൺസിഡർ ചെയ്താൽ ഈ തന്നിരിക്കുന്ന മോഡ് എക്സ് ഇവൻ 0 ആയി പോകണമെങ്കിൽ, മോഡ് എക്സ് 0 ആയി പോകണമെങ്കിൽ എക്സിന് കൊടുക്കേണ്ട വില -3 ആണ്. ആ -3യിൽ വെച്ച് ഈ മോഡ് എക്സ് 2 വാല്യൂ ആയിട്ട് തിരിയും അല്ലെ. അപ്പൊ ഇത് ഒന്ന് -3യും പിന്നെ ഒരു 0.1 അപ്പൊ ഇത്രയും ഭാഗത്ത് ഈ തന്നിരിക്കുന്നത് 0 ആകണമെങ്കിൽ എക്സിന് കൊടുക്കേണ്ട വില 1 ആണ്. അപ്പൊ ആ 1 ഞാൻ അതിന്റെ ഓർഡറിൽ അടയാളപ്പെടുത്തിയത്. അപ്പൊ ഈ ഒരു ഭാഗത്തെ ഏതെങ്കിലും ഒരു വില, ഏതെങ്കിലും ഒരു വാല്യൂ, നമ്മളിപ്പോ 2 ആയിക്കോട്ടെ, 2 എടുത്താൽ ഇവിടെ ഇട്ട് കൊടുത്താലും ഇത് ഈ മോഡുലസിനകത്തെ വാല്യൂ പോസിറ്റീവ് ആണ്, ഇവിടെ ഇട്ട് കൊടുത്താലും പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ രണ്ട് മോഡ് വാല്യൂസും ഈ കേസിൽ പോസിറ്റീവ് ആണ്. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഞാൻ രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നൊരു വാല്യൂ നമുക്ക് 0 എടുക്കാം. ആ 0 ഞാൻ ഇവിടേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, 0 ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്. പക്ഷെ 0 ഇവിടെ കൊടുത്താൽ ഈ മോഡിനകത്ത് വരുന്ന വില നെഗറ്റീവ് ആണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ പോസിറ്റീവും രണ്ടാമത്തെ നെഗറ്റീവും. എന്നാൽ ഇവിടുത്തെ കേസിൽ ഞാൻ -3 കഴിഞ്ഞിട്ടുള്ളൊരു വില -4 എടുക്കാം. അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ -4 + 3 ഇത് നെഗറ്റീവ് ആണ്, -4 - ഇത് നെഗറ്റീവ് ആണ്. ഈ കേസിൽ ഈ തന്നിരിക്കുന്ന മൂന്നാമത്തെ കേസിൽ ഇവർ രണ്ടുപേരും നെഗറ്റീവ് ആണ്. അപ്പൊ ഈ 3 കേസസ് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം കേസ് 1 എടുക്കാം. കേസ് 1 ഞാൻ എടുക്കുന്നു. കേസ് 1 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് ഇവിടുത്തെ പോർഷൻ ആണ് കേസ് 1. അപ്പൊ രണ്ടുപേരും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ പ്ലസ് എക്സ് -1 പോസിറ്റീവ് ആണ്. -2 ഈക്വൽ ടു 0. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ x² + 3x + x -3 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടെ എന്തെടുക്കാം? x² + 4x -3 ഈക്വൽ ടു 0. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ക്വാഡ്രാറ്റിക്, അതായത് ഫണ്ടമെന്റൽസിലെ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് നമുക്ക് എത്തിയത്. അപ്പൊ ഇതിന് എക്സിന്റെ വില ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ -b ± √b² - 4 × a ഇൻറ്റു അത് -3 ആണ്. അപ്പൊ +3 ആണ്, ഡിവൈഡഡ് ബൈ 2a. സോ ദാറ്റ് ഈക്വൽ ടു -4 ± ഇവിടെ 12 + 16, 12ഉം 16ഉം കൂടി 28 ആവും അല്ലെ. 28 ആണ്. അപ്പൊ നമുക്ക് ആ 28നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താലോ. 28നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 14, പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 7, 2√7 ആണ്. 2√7 എന്നാണ് വരിക. അപ്പൊ നമുക്ക് അത് അങ്ങനെ എഴുതാം. ഇവിടെ 2√7 ഡിവൈഡഡ് ബൈ 2 ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വില ഒരു 2 മുകളിൽ നിന്നും കോമൺ എടുക്കുക, താഴെ നിന്നും കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്താൽ -2 ± √7 എന്ന് വരും. -2 ± √7. അപ്പൊ എക്സിന്റെ വിലയായിട്ട് വരിക -2 + √7 വരാം. എക്സിന്റെ വിലയായിട്ട് -2 - √7 വരാം. അപ്പൊ ഞാൻ ചോദിച്ചത് ഈ √7 എന്ന് പറഞ്ഞാൽ എത്രയാ? √4 എന്ന് പറയുന്നത് 2 ആണ്. √9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ √7 ഇതിന്റെ ഇടയിലല്ലേ എന്ന് പറഞ്ഞാൽ 2 something ആണ്. മക്കളെ, -2 + 2 something എന്ന് പറഞ്ഞാൽ നമുക്ക് 0 something അല്ലേടാ കിട്ടുക. 0 something ഇതിനകത്ത് വരുമോ? വരില്ല. അപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷൻ റിജക്ട് ചെയ്യണം.
ഇത് നെഗറ്റീവ് ആണ്, അപ്പൊ ഇത് റിജക്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് അവിടെ എന്തില്ല, സൊല്യൂഷൻസ് ഇല്ല, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോവാം. കേസ് 2ലേക്ക് പോവാം. കേസ് 2, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് -3ക്കും 1നും ഇടയിലാണ് ഫംഗ്ഷൻ എന്താ എക്സ് എന്ന വാല്യൂ. അപ്പൊ അവിടെ ആദ്യത്തെ വില പോസിറ്റീവ് ആണ്, അതായത് x+3 പോസിറ്റീവ് ആണ്, ഇവൻ പോസിറ്റീവ് ആണ്. പക്ഷേ x-1 നെഗറ്റീവ് ആണ്. അപ്പോ +1 - x എന്നങ്ങ് എടുത്താൽ മതി, നെഗറ്റീവ് ആണല്ലോ. അല്ലെങ്കിൽ -(x-1) എടുക്കണം, -(x-1) എടുത്താലും മതി. 1 - x ആവും. -2 = 0. അപ്പൊ ഇവിടെ വരുന്നത് x² + 3x - x -1 = 0. അപ്പൊ x² + 2x - 1 = 0 എന്ന് വരും. ഇവിടുന്ന് നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കണം. ദ വാല്യൂ ഓഫ് x ഈസ് ഈക്വൽ ടു -b ± (b² - 4 × a × c divided by 2). ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ± √8 ആണ്. √8 എന്ന് പറയുമ്പോൾ 2√2/2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ -1 ± √2 എന്ന് കിട്ടും അല്ലെ. -1 ± √2 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ കിട്ടാം എക്സിന്റെ വില എന്ന് പറയുന്നത് -1 + √2 ആകാം, എക്സിന്റെ വില -1 - √2 ആകാം. അപ്പൊ നമുക്ക് ഇവിടെ ഈ -3ക്കും 1നും ഇടയ്ക്കാണോ ഈ വാല്യൂ നോക്കണം. √2 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് സംതിങ് ആണ്. -1 നമുക്കറിയാം, -1 + 1 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ 0 പോയിന്റ് സംതിങ് വരും. 0 പോയിന്റ് സംതിങ് ഈ ഇന്റർവെലിനകത്തുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്നവൻ പറ്റും, ഇത് ഓക്കെയാണ്. അടുത്തത് -1 -1 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ -2 പോയിന്റ് സംതിങ് ആണ്. -2 പോയിന്റ് സംതിങ് എന്ന് പറയുന്നത് -3യുടെ ഉള്ളിലാണ്. അപ്പൊ ഈ വിലയും നമുക്ക് പറ്റും. സോ അവിടെ 2 സൊല്യൂഷൻസ് ഉണ്ട്, 2 സൊല്യൂഷൻസ് ഉണ്ട്. ഇനി നമുക്ക് കേസ് 3 കൂടെ നോക്കണം. ഇതിന് നോ സൊല്യൂഷൻ ആയിരുന്നു, ഇവിടെ നോ സൊല്യൂഷൻ ആയിരുന്നു, നോ സൊല്യൂഷൻ ആയിരുന്നു. ഇവിടെ 2 സൊല്യൂഷൻസ് ഉണ്ട്, 2 സൊല്യൂഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ കേസ് 3യും കൂടെ നോക്കാം, തേർഡ് കേസും കൂടെ നോക്കാം അല്ലെ. നമുക്ക് കേസ് 3യും കൂടെ നോക്കാം. ശ്രദ്ധിക്കൂ, കേസ് 3 എന്ന് പറയുന്നത് കേസ് 3 ആണ്. കേസ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോർഷൻ എന്ന് പറയുന്നത് എവിടെയാ, എക്സിന്റെ വില -3യേക്കാൾ ചെറുതാണ്. അപ്പൊ എക്സ് <3 ആണ്, എക്സ് -3 ആണ് അല്ലെ. എക്സ് -3 ആകുമ്പോൾ 2 നെഗറ്റീവ് അല്ലടാ, 2 നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുക എക്സ് ഇൻറ്റു അല്ലെങ്കിൽ -x × x+3 +1 - x -2 = 0. അപ്പൊ ഇവിടെ -x² - 3x -x -1 = 0. അപ്പൊ ഇവിടെ വരിക -x² - 4x -1 = 0. ഒന്ന് അറേഞ്ച് ചെയ്താൽ x² + 4x + 1 = 0 എന്ന് കിട്ടും. നമുക്ക് ഇതിനെയും എക്സിന്റെ വില കണ്ടുപിടിക്കാം. ഇതെല്ലാം ക്വാഡ്രാറ്റിക് അല്ലേ കിട്ടിയേ. -b ± √b² - 4ac. അപ്പൊ 16 + b² - 4 × a × 1 divided by 2. That is equal to -4 ± √12 ആണ്. √12 എന്ന് പറയുമ്പോൾ 2√3 ആണ്. 4 × 3 അല്ലേ 12 വരെ. 2√3 divided by 2. ഒരു 2 കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വില -2 ± √3 എന്ന് വരും. അതായത് എക്സിന്റെ വില -2 + √3 വരും, എക്സിന്റെ വില -2 - √3 വരും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കൂ. ഇതില് ഈ √3 എന്ന് പറയുന്ന 1 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ -2 + 1 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് -0 പോയിന്റ് സംതിങ് ആണ് വരിക. -0 പോയിന്റ് സംതിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് പറ്റില്ല. പക്ഷെ ഇത് 2 നെഗറ്റീവ് ആണല്ലോ. അപ്പൊ ഇതെന്തായാലും എടുക്കാം. കാരണം -2 - 1 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ -3 പോയിന്റ് സംതിങ് ആണ്, ഈ ഇന്റർവെല്ലിനകത്ത് വരും. അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റും. ഒരു 1 സൊല്യൂഷൻ. അപ്പൊ ടോട്ടൽ സൊല്യൂഷൻസ് എത്രയാ, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 1 എണ്ണം ഉണ്ട്, 1 സൊല്യൂഷൻ. അപ്പൊ ടോട്ടൽ 3 സൊല്യൂഷൻസ് ആണ് ആൻസർ. നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഈക്വൽ ടു 3. ഓക്കെ.